എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് അപ്ലോഡ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ എനിക്കങ്ങനെ എങ്ങനെ എടുക്കണം, എങ്ങനെയൊക്കെ ആണ് അതിൻ്റെ ഒരു സംഭവം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എന്താ നോക്കാം. അപ്പോൾ ഒരു 5 മണിയാകുമ്പോൾ എണീറ്റിട്ട് നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തലയിൽ എണ്ണയൊക്കെ തേച്ച് ഒന്ന് ഹെയർ മസാജൊക്കെ കൊടുത്തിട്ട് ബാക്കി പണി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പല്ല് തേച്ച് കഴിഞ്ഞു, അടിച്ചു വാരി തുടച്ചു, പിന്നെ കുളിക്കലും തിരുമ്പലും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിൽ കയറുന്നത്. അത് വീട്ടിലങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ചൂടായതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടുന്ന് സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യണത്. അത് ഇപ്പോൾ കുറച്ച് നേരം വൈകിട്ട് തിരുമ്പാനും തുടയ്ക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, ടാങ്കിലെ വെള്ളം അങ്ങനെ തിളച്ച് മറിയണ വെള്ളമാണ്. നമുക്കതിൽ കുളിക്കാനോ ഒന്നും പറ്റൂല. അഥവാ കുളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തന്നെ ആ ഒരു സുഖം കിട്ടൂല. തിരുമ്പുമ്പോഴും ആയാലും ഭയങ്കര എന്താ പറയുക ബുദ്ധിമുട്ടാണ്. ചൂടുവെള്ളത്തിൽ തിരുമ്പാനും ഒലുമ്പാനും പിന്നെ റൂമൊക്കെ ചൂടുവെള്ളത്തിൽ തുടയ്ക്കണമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യും, നേരത്തെ നീട്ടിട്ട് നടക്കാനൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ വേഗം തിരുമ്പാനും കുളിക്കാനൊക്കെ നിൽക്കും അടുക്കളയിൽ കയറുന്നതിന് മുന്നേ. പിന്നെ വേഗം ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കും. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഉച്ചയാകുമ്പോഴേക്കും ചൂട് കൂടി വരുമല്ലോ. അപ്പോൾ ചൂട് കൂടി വരുന്നതിനനുസരിച്ച് നമുക്ക് കിച്ചണിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഇപ്പോൾ ഇവിടെ അപ്ഡേറ്റ് ആയിട്ട് 40 ഡിഗ്രി, 42, 43 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചൂട്. രാവിലെ ചെറിയൊരു കാറ്റുണ്ടാവും, ചെറിയൊരു സുഖം ഉണ്ടാവുന്നല്ലാതെ എന്താ പറയുക, തണുപ്പും കാര്യങ്ങളൊന്നുമില്ല. കൂളറും ഫാനും ഇട്ടിട്ടാണ് കിടക്കുന്നത്. അധിക ദിവസവും നിലത്താണ് കിടക്കാറുള്ളത്. നമ്മൾ ബെഡൊന്നും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ ഒരു ഷീറ്റ് വിരിക്കും നിലത്ത്. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര 2 ദിവസം കിടന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബോഡി പെയിൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നിലത്ത് ടൈൽസിൻ്റെ മുകളിൽ നേരിട്ട് നിലത്ത് കിടക്കാതെ അങ്ങനെ കിടക്കുക. പിന്നെ ചായൻ്റെ പണി തുടങ്ങിയപ്പോൾ തന്നെ ഏട്ടൻ്റെ പാലും പച്ചക്കറികളും സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അന്നേക്കുള്ള സാധനങ്ങൾ വാങ്ങാട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത്. പച്ചക്കറികളായാലും ഫ്രൂട്ട്സ് ആയാലും ഒക്കെ ഇന്ന് കഴിക്കാനുള്ളത് ഇന്ന് വാങ്ങും. പിന്നെ അടുത്ത ദിവസത്തേക്കുള്ളത് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നിയാണ്. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് മറ്റേ ചുവന്ന ചട്നി ഇല്ലേ, ഇത് ഇളം ചുവപ്പുള്ളൂ. കാരണം എന്താ വെച്ചാൽ മുളക് നല്ല എരിവുണ്ട്. നമുക്ക് എന്താക്കാൻ പറ്റില്ല, കൂടുതലിടാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കളറ് കിട്ടൂല, ഒരു ലൈറ്റ് കളറാണ്. അപ്പോൾ ദോശയൊക്കെ എപ്പോഴാട്ടോ നല്ല അടിപൊളിയായിട്ട് വരുന്നത്. ഈ തണുപ്പ് കാലത്ത് ദോശമാവ് പുളിക്കൂല്ല, പൊങ്ങൂല്ല. അപ്പോൾ ദോശ നന്നാവാറുമില്ല, ഉണ്ടാക്കാറുമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ എന്താക്കുന്നുണ്ട്, ചോറിനും കൂടെ അരി കുക്കറിലിടുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യും. എല്ലാം ഒറ്റയടിക്ക് ചെയ്താൽ നമ്മൾ സൈഡായി പോകും. അങ്ങനെയല്ല, ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് അവിടെ വെക്കും. ചെറിയ ചെറിയ പണികൾ. ഒന്നുകിൽ ചോറും ഉപ്പേരി ഉണ്ടാക്കി വെക്കും. കറി കുറച്ച് കേട് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് കറി കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുക. കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ചോറിന് കുക്കറിന് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കായിരുന്നാണ്. ചായക്കുടി എന്നുള്ള പേരേ ഉള്ളൂ കേട്ടോ. ചായ കുടിക്കണമൊന്നുമില്ല, വെള്ളമാണ്, ചൂടല്ല. അപ്പോൾ ഈ സമയത്തൊക്കെ ചായ ഒഴിവാക്കണത് നല്ലതല്ല. അപ്പോൾ ശരീരത്തിൽ നമ്മൾ തണുപ്പ് നിലനിർത്തുന്ന സാധനങ്ങൾ കഴിക്കില്ല വേണ്ട. അപ്പോൾ ചൂടുള്ള ചായയും കൂടെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ഹീറ്റാവും ബോഡി. അപ്പോൾ ഞാൻ ഓൾറെഡി ചായ കുടിക്കാറില്ല. അപ്പോൾ ഏട്ടനും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കും വേണ്ട ചായ എന്ന്. പിന്നെ പാല് ഞങ്ങൾ ഏട്ടൻ പോകുമ്പോൾ ഏട്ടന് കൊടുക്കും, ഒരു ഗ്ലാസ് കുടിക്കും. ഞാനും പിന്നെ വൈകുന്നേരം ഓട്സ് ഉണ്ടാക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാൻ ചെയ്യാം. പിന്നെ ഇന്നലെ രാത്രിയിലത്തെ ചോറ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നേ. കാരണം എന്താ വെച്ചാൽ ഏട്ടന് രാത്രി ഒരു ഫംഗ്ഷന് പോകാണ്ടായിരുന്നു. അപ്പം രാത്രിയിലത്തെ ഫുഡ് എന്നോട് പോവില്ലേന്ന് ഉറപ്പ് പറഞ്ഞില്ല. അപ്പോൾ പിന്നെ എനിക്കത് ചോറ് വെക്കാൻ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ ഞാൻ വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നു. ഒരാളെ ചോറ്, ഞാൻ രാത്രി ചോറും കഴിക്കാറില്ല. തടി കൂടി വരുന്നുണ്ടേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ അങ്ങനെ കാര്യമായിട്ട് പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഇരുന്ന് തിന്ന് നല്ല വണ്ണം വെക്കുന്നുണ്ട്. ഇത്ര തടിയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇവിടേക്ക് വരുമ്പോൾ, ക്വാർട്ടേഴ്സിലേക്ക് മാറുമ്പോൾ. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ഒരു ഇതിങ്ങനെ തോന്നുക. അപ്പോൾ പിന്നെ ഞാൻ രാത്രി ഫുഡ് ഓട്സോ ചപ്പാത്തിയോ ഗോതമ്പ് ദോശയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സും ഓട്സും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് മാക്സിമം അധികം രാത്രികളിൽ കഴിക്കുക. ചോറ് കഴിക്കാറ് തന്നെ ഇല്ല. അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ടും പിന്നെ എനിക്കൊരു നേരത്തേക്ക് വേണം ഞാൻ ചോറുണ്ടാക്കുന്നത്. പാത്രമൊക്കെ കഴുകി വന്നപ്പോഴേക്കും അവിടെ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ ചോറിലേക്ക് കറിയൊന്നും ഉണ്ടാക്കാറില്ല. കറി ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ കറി ഇന്നലെ രാത്രി ഞാൻ തിളപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ഒന്ന് തിളപ്പിക്കണം. പിന്നെ തൈരുണ്ട്, കൊണ്ടാട്ടം മുളകോ കയ്പ്പൊക്കെ എന്ത് വേണമെങ്കിൽ മറക്കാം. പിന്നെ എന്താ പറയുക, ഇന്നലത്തെ ഉണക്കമീനും വറുത്തതുണ്ട്. അപ്പോൾ ഇന്നത്തെ പണി ഭയങ്കര എളുപ്പമാണ്. അപ്പോഴേക്കും ഏട്ടൻ മാറ്റി പോയിട്ടുണ്ടായിരുന്നേ. ഏട്ടൻ പോകുമ്പോൾ ഞാൻ ബാൽക്കണിയിൽ ഇങ്ങനെ നിന്നേ. അപ്പം നിൽക്കുന്ന സമയത്ത് ഈ മരം ഇങ്ങനെ നോക്കിയതാണ്. ഇത് ഞാൻ വന്നിട്ട് 3 വർഷമായി ഇവിടെ. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് പൂക്കണത്. നല്ല സ്മെല്ലാണ് ബാൽക്കണി നിൽക്കുമ്പോൾ. ഈ മരവും ആര്യവേപ്പ് മരമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാനുള്ളത്. വേറെ മരങ്ങളൊന്നും അങ്ങനെ ഇല്ല. പിന്നെ ഒന്ന് ഉപ്പേരിക്ക് ചീരയാണ്. ഇത് കണ്ടോ, നല്ല നാടൻ ചീര. എന്തൊരു ടേസ്റ്റാണെന്നറിയോ ചീരക്ക്. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് നാളെ കറി വയ്ക്കാൻ പരിപ്പ് ഇട്ടുങ്ങാണ്ട് ചീരക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്.
പിന്നെ ഈ ചീരയൊക്കെ വേഗം കഴുകി അരിഞ്ഞ് റെഡിയാക്കി അവിടെ വെക്കും. കാരണം എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ഭയങ്കര പ്രശ്നമുണ്ട്. എപ്പോഴാണ് വെള്ളം തീരാറിയില്ല. പിന്നെ ഇപ്പോൾ ഈ 3 നിലയിലൊക്കെ ആളുകൾ 3 ഫാമിലി താമസിക്കുന്നുണ്ട്. ഓരോന്നിലും 4ഉം 5ഉം മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ കൂളറിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ടാങ്കിലൊക്കെ പിടിച്ചേക്കും. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ എപ്പോഴാണ് തീരാന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് നിറയെ ചളിയാണ് ഉണ്ടാവുക, കാണുന്ന പോലെയല്ല. ഇതിങ്ങനെ പാടത്തുനിന്ന് പറിച്ച് അതേപോലെ കൊണ്ടുവരും. അപ്പം ഒരുപാട് വെള്ളത്തിൽ കഴുകണം. അപ്പോൾ അതൊക്കെ കഴുകി അരിഞ്ഞവിടെ റെഡിയാക്കി വെച്ച് ഞാൻ തലയിൽ എണ്ണ ഇട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ ഷാമ്പു ഇട്ട് പോക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ എന്താ അറിയില്ല, ഷാമ്പു കുറച്ച് കുറഞ്ഞാണോ അറിയില്ല, എണ്ണമയം പോയതേ ഇല്ല. അതുകൊണ്ട് എനിക്കിങ്ങനെ ചെറിയ ഉച്ചയ്ക്ക് ആവാൻ തുടങ്ങിയതിൻ്റെ ശേഷം ഇങ്ങനെ ചെറിയൊരു തലവേദന പോലെയൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. എന്തായാലും അടുത്ത ദിവസം ഞാൻ കളഞ്ഞേ പറ്റൂ. തലയിൽ എണ്ണയൊക്കെ ഇട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നീരിറക്കും പ്രശ്നമൊക്കെ വരും. മുടി ചിക്കൊക്കെ പോക്കി ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇതാക്കണ വരുന്ന വേസ്റ്റ് വണ്ടി. അപ്പോൾ പിന്നെ വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളഞ്ഞു. പിന്നെ ഡെയിലി അമ്മേനെ ഒരു 10 മണിയാകുമ്പോൾ വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അമ്മേനെ കുറച്ച് നേരം വിളിച്ച് വർത്താനം പറഞ്ഞ് യൂട്യൂബിലൊക്കെ ഒന്ന് കയറി മൊബൈലിൽ ഒക്കെ ഒന്ന് റിലാക്സ് ആയതിന് ശേഷമാണ് ഞാൻ പിന്നെ കിച്ചണിൽ കയറിയത്. അപ്പോൾ ഒന്ന് തിരുമ്പിയതൊക്കെ എടുക്കാൻ വേണ്ടി ബാൽക്കണി പോയപ്പോൾ ഇതാ കാണുന്ന അവിടെ താഴത്തെ കോട്ടേഴ്സത്തെ ഫാമിലി ക്വാർട്ടർ വെക്കേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഏപ്രിലൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ട്രാൻസ്ഫർ വരും. അപ്പോൾ ട്രാൻസ്ഫറിന് വന്നതുകൊണ്ട് അവർ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി 1 വർഷം കൂടെ ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാനും വിചാരിക്കാം ഞങ്ങൾ ഇതേപോലെ തന്നെ പോകണ്ടേ, ഇവിടെ എല്ലാം പെറുക്കി കൂട്ടി സാധനങ്ങളൊക്കെ എടുത്തും കൊണ്ട് പോകണ്ടേ. പിന്നെ അതേപോലെ നമ്മൾ ജീവിതത്തിൽ നിന്നില്ലേ നമ്മൾ ഇതേപോലെ കൊണ്ടുപോവില്ല, പക്ഷെ ഒക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ പോകണമല്ലോ. ലൈഫൊന്നും ഇതേപോലെ തന്നെ നമ്മൾ പോകേണ്ടി വരുമല്ലോ ഒരു സമയത്ത്. കിച്ചണിക്ക് വന്നിട്ട് പിന്നെ ഞാൻ ആദ്യം തന്നെ ഒരു വത്തൊക്കെ കഴിച്ചു. രാവിലെ 8:30 ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പോൾ പിന്നെ ദാഹവും വിശപ്പും ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും കേട്ടോ. അമ്മയെ എനിക്ക് ഭയങ്കര മൂത്രക്കടച്ചിൻ്റെ യൂറിൻ ഇൻഫെക്ഷനൊക്കെ വരാൻ ചാൻസ് കൂടുതലുള്ള ആളാണ്. അപ്പം വെള്ളം ഇടയ്ക്ക് കുടിക്കും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചെറിയ വിശപ്പ് വന്നപ്പോൾ ഒരു വത്തക്ക പീസ് എടുത്ത് കഴിച്ചു. പിന്നെ ഇതാ ചീരേൻ്റെ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. തേങ്ങയും പച്ചമുളകും ചതച്ചിടാറാണ് പതിവ്. ഇനിയിപ്പോൾ എക്കത്തിനൊരു മടിയായി. അപ്പോൾ തേങ്ങ ചിരണ്ടി വിട്ട് പച്ചമുളക് ചീന്തി വിട്ടുകയാണ് ചെയ്ത്. പക്ഷെ ചതച്ചിടുന്ന ടേസ്റ്റ് ഇന്നത്തെ ചീരൻ്റെ ഞാൻ പറഞ്ഞില്ലേ നല്ല ടേസ്റ്റുള്ള ഇലയായിരുന്നു. പക്ഷെ ഉപ്പേരി എത്ര പോരായിരുന്നു. തേങ്ങൻ്റെ കുറവും ഉണ്ട്, തേങ്ങ ചതച്ചതും അല്ലാത്തതുകൊണ്ടുള്ള ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിച്ചൺ അടിച്ച് തുടച്ച് വൃത്തിയാക്കി അവിടെ വെക്കും കേട്ടോ. പിന്നെ നമുക്ക് പരിപാടി ഇല്ലല്ലോ. രാത്രി വല്ല ഉപ്പുമാവോ ഓട്സോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് ഇൻഡക്ഷൻ്റെ മുകളിൽ ഉണ്ടാക്കാനുള്ളൂ. പിന്നെ ഏട്ടൻ വരാൻ വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പാണ്. വിശന്നിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ചില ദിവസം കിടക്കും, ചില ദിവസം കിടക്കൂല. അതായത് ഉറങ്ങൂല അങ്ങനെയാണ്. കിടക്കും എന്നും, പക്ഷേ ചിലപ്പോൾ OTTയിലുള്ള വല്ല ഫിലിംസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ട് ഒരു വൈകുന്നേരം ആക്കും. പിന്നെ വൈകുന്നേരം പറഞ്ഞ പോലെ എന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിക്കും. ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളൊന്നും പ്രെഡിക്റ്റബിൾ അല്ല കേട്ടോ. അതൊക്കെ ആ സാഹചര്യം അനുസരിച്ചാണ് ഞാൻ ചെയ്യുക. ചില ദിവസം നടക്കാൻ പോകും, ചിലപ്പോൾ ഞാൻ പോലേക്ക് മടിയായിരിക്കും, അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പോയപ്പോഴുള്ള സീനാണ് ഈ കാണുന്നത്. മാക്സിമം ഞാൻ 6:30-ക്ക് ശേഷമേ നടക്കാൻ ഇറങ്ങാറുള്ളൂ. അപ്പോഴാണൊന്ന് വെയിൽ തണഞ്ഞ് ചൂടാറി, അപ്പോഴാണ് സുഖം ഉണ്ടാവുക നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഏകദേശം. വൈകുന്നേരത്തെ നടത്തത്തോടു കൂടി എൻ്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.